ഹിന്ദു സമൂഹത്തിന് തന്നെ അപമാനമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചു പോയി. അപ്പോൾ ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സത്യം വരും. അയോധ്യയിൽ പൈസ കെട്ടിട്ടുണ്ടെങ്കിൽ അത് വരും. നാളെ എങ്ങനെയാണ് ഇവർക്കൊരു ഡൊണേഷൻ വേണം പറഞ്ഞാൽ കൊടുക്കുക. എമൗണ്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ അടിച്ചു പോവാണ്. 200 കിലോ വെള്ളി, എത്ര സ്വർണം, പൈസ ഫ്രം വേർ? മോഡി ഈസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ്. അയോധ്യ ക്ഷേത്രത്തിൽ പൂർണ്ണമായിട്ടുള്ള കൺട്രോളും അവരുടെ ആ കമ്മിറ്റി രൂപീകരണമൊക്കെ നോക്കുകയാണെങ്കിൽ അത് നടന്നതായി നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ അവർ നിരവധിയായിട്ട് പുറത്തേക്ക് പോകും. നല്ല ചെയ്യുന്നവനാ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്നതിനാ ഏത് ചെറുതായാലും ശരി വലുതായാലും ശരി ആരെയും ശിക്ഷിക്കണം. അവിടെ ചെറുത് വലുതെന്ന കണക്കില്ല. ദൈവത്തിന് എന്തിനാ പൈസ? ഒരു ഉറുപ്പ്യ കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായം. സത്യത്തിൽ ഇടണം, ഭണ്ഡാരത്തിൽ നിന്ന് ഇടുക. അവര് ശാന്തിക്കാർക്കോ മറ്റവർക്കോ ശമ്പളം, പിന്നെ സർക്കാരും കൊടുക്കണ്ടേ? എന്തിനെ വാരിക്കോരിക്കൊണ്ട് ഇടുന്നില്ല? നഷ്ടം എന്താ വിചാരിച്ചാല് നമ്മളെ എന്താ പറയാ, അയോധ്യയിൽ ഇപ്പം വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ തന്നെ മുതലേൽപ്പിച്ചാൽ എങ്ങനെയാ ശരിയാക്കുക? ആണോ? കാരണം എന്ന് പറഞ്ഞാല് ഇവരെ എല്ലാ ഇതും പറഞ്ഞിട്ട് അവര് തന്നെ നശിപ്പിച്ച് കാർത്താന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വേലി തന്നെ വിളവ് തിന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഇതിപ്പോൾ അവിടുത്തെ മാത്രം ഒരു വിഷയമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ പഴയ കാലങ്ങളിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അധികാരി വർഗം എപ്പോഴും എല്ലാ കാലത്തും മോഷണം എന്നുള്ള ഇത് ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു നോട്ടപ്പിഴവുണ്ട്. നടപടി പോലെയല്ലോ ശിക്ഷ കൊടുക്കണം. നമ്മളെ നാളെ എങ്ങനെയാണ് ഇവർക്കൊരു ഡൊണേഷൻ വേണം പറഞ്ഞാൽ കൊടുക്കുക. എമൗണ്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ അടിച്ചു പോവാണ്. 200 കിലോ വെള്ളി, എത്ര സ്വർണം, പൈസ ഫ്രം വേർ? മോഡി ഈസ് ഓൾസോ റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ്. അയാളെല്ലാം ഓപ്പൺ ചെയ്ത് വന്നിട്ട് അയാൾ എന്താ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാത്തത്? ആക്ഷൻ എടുക്കുമ്പോൾ ആരായാലും ഇന്നലെ പത്രത്തിൽ പറഞ്ഞ പോലെ കുറ്റം തന്നെയാണ്. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അറിയില്ല, ഇനി നാളെ മറ്റന്നാൾ പാർലമെന്റ് കൂടിയാൽ അറിയാം എന്താണ് സംഗതി. ഇതിപ്പം വാർത്തകൾ മാത്രമാണല്ലോ, തെളിവൊന്നും ആയില്ലല്ലോ. കോടതിയിലാണ് കേസ് കിടക്കുന്നത്. അപ്പോൾ തെളിവൊന്നും വന്നിട്ടില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആൾക്കാർ ഉന്നയിച്ചതാണോ ഈ വിഷയം നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് തെളിയുന്നവരെ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കില്ല. എന്തായാലും അയോധ്യ ക്ഷേത്രത്തിൽ പൂർണ്ണമായിട്ടുള്ള കൺട്രോളും അവരുടെ ആ കമ്മിറ്റി രൂപീകരണമൊക്കെ നോക്കുകയാണെങ്കിൽ അത് നടന്നതായി നമുക്ക് തോന്നുന്നില്ല. എന്തായാലും അതിന് കോടതിയിലായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ നമുക്ക് പറ്റില്ല. ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ അവർ നിരവധിയായിട്ട് പുറത്തേക്ക് പോകും. മറ്റുള്ളവർ കഷ്ടപ്പെട്ട പൈസ മറ്റുള്ളൊരാളെ അടിച്ചു പോകുന്നവരാ നിങ്ങൾക്ക് ഒരു പെറ്റമ്മയ്ക്കായാലും സങ്കടം ഉണ്ടാവുമല്ലോ. അതെത്രയായാലും ഉണ്ടാവുമല്ലോ. അതെപ്പോഴും നമ്മൾ എന്ത് കാര്യമായാലും, സ്വന്തം വീടായാലും സ്വന്തം അമ്പലമായാലും എല്ലാം ഒന്ന് തന്നെയാണ്. നല്ല ചെയ്യുന്നവനാ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്നതിനാ ഏത് ചെറുതായാലും ശരി വലുതായാലും ശരി ആരെയും ശിക്ഷിക്കണം. ദൈവത്തിന് എന്തിനാ പൈസ? ഒരു ഉറുപ്പ്യ കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായം. സത്യത്തിൽ ഇടണം, ഭണ്ഡാരത്തിൽ നിന്ന് ഇടുക. അവര് ശാന്തിക്കാർക്കോ മറ്റവർക്കോ ശമ്പളം, പിന്നെ സർക്കാരും കൊടുക്കണ്ടേ? എന്തിനെ വാരിക്കോരിക്കൊണ്ട് ഇടുന്നില്ല? ഇതിലേറ്റവും കൂടുതൽ വിരോധക്കാർ ചെയ്യുന്ന ആരറിയോ? തമിഴ്നാട്ടുകാരാ. മറ്റേ ആന്ധ്രയിൽ നിന്നൊക്കെ വന്നിട്ട് അവനാൻ്റെ കഴുത്തള്ളവും കാലുള്ളവും മറ്റൊക്കെ വാരി വലിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഭണ്ഡാരത്തിൽ. മറ്റൊരു ആർക്കും എന്നിട്ട് മറ്റൊരു കട്ടുണ്ടാവുക. ഇത് എന്തിനാ? ദൈവത്തിന് എന്തിനാ പൈസ? നമ്മളെന്താ പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയാണ്, മുസ്ലിം ആനെ കൊണ്ടുപോകാനൊക്കെ പറയുന്നതല്ല. ഇത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും എവിടെയും കൊടുക്കരുത്. അനാഥക്ക് കൊടുക്കട്ടെ. അനാഥ മന്ദിരം എത്ര ഉണ്ട്? ഐറ്റക്ക് ഭക്ഷണം കൊടുക്കുക, അതിന്റെ പുണ്യം ദൈവം തരും. ഐറ്റകൾ കഴിക്കാൻ ഐറ്റൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ കൊള്ള നടന്നെന്ന് TV-യിലും പത്രത്തിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. കാരണം അന്വേഷണം നടന്നിട്ട് അതിൻ്റെ പ്രതികളെല്ലാം നമ്മൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അന്വേഷണം കറക്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആരാന്നുള്ളത് വരും ദിവസങ്ങളിൽ തെളിവ് വരികയും. പക്ഷെ അതിൻ്റെ അയോധ്യൻ്റെ ട്രസ്റ്റിനെ പറ്റി നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. അത് കേന്ദ്ര സർക്കാർ നേരിട്ട് വെക്കുന്ന ഒരു സ്ഥാപനമല്ല. നമ്മൾ പറയുന്ന റിപ്പോർട്ടാണ് കേൾക്കുന്നത്. പക്ഷെ അതിൻ്റെ ശക്തമായ വിവരങ്ങൾ പുറത്ത് വന്നാലല്ലേ നമുക്കറിയാം. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു അത്രയും ശക്തമായൊരു ശ്രീരാമ ക്ഷേത്രമാണ് ഇത്. ഇതിനെക്കൊണ്ട് ഉണ്ടാകുന്ന ഒരു നഷ്ടം എന്താ വിചാരിച്ചാൽ നമ്മളെ എന്താ പറയുക, അയോധ്യയിൽ ഇപ്പം വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം, പ്രത്യേകിച്ച് ഇന്ന് രാമായണ മാസമൊക്കെയാണ്. കാരണം നമ്മൾ അത്രയും വിശ്വസിക്കുന്ന അത്രയും കഷ്ടപ്പെട്ട് ഹൈക്കോടതി സുപ്രീം കോടതിക്ക് വിധി വന്നിട്ട് തുറന്നൊരു ക്ഷേത്രമാണത്, നിർമ്മിച്ചതാണ്.
അപ്പോൾ അതിൻ്റെതായുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നാലേ നമുക്ക് ഇതിൻ്റെ ഉറപ്പ് വരാൻ പറ്റും. ഇതിന് ഇതേമാതിരി തന്നെ പല ക്ഷേത്രങ്ങളും ഇതേമാതിരി പ്രശ്നം വന്നിട്ട് ഇതിൽ കള്ളന്മാരുടെ കയ്യിൽ തന്നെ മുതലേൽപ്പിച്ചാൽ എങ്ങനെയാണ് ശരിയാക്കുക? ആണോ? കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാ ഇതും പറഞ്ഞിട്ട് അവര് തന്നെ നശിപ്പിച്ച്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുള്ളതായിരുന്നു പുതിയ രാമക്ഷേത്രം. ഇവര് BJP ഇത് കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നപ്പോൾ നല്ലൊരു കാര്യമായിരുന്നു. അത് ഈ രാമായണ മാസം ആകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? ഹിന്ദു സമൂഹത്തിന് തന്നെ അപമാനമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചു പോയി. അപ്പോൾ ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരേണ്ട കാര്യങ്ങളാണല്ലോ. അതൊക്കെ നമുക്ക് ഈ അറിയുന്ന ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അന്വേഷണം നടന്ന് കഴിയട്ടെ, അപ്പോൾ മനസ്സിലാക്കാം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ആരോപണമൊന്നും പറയാനില്ല. കാരണം ഇപ്പോൾ ഏത് സർക്കാരായാലും അങ്ങനെ നിയമിക്കത്തുള്ളൂ. ഇപ്പം അധികാരത്തിലിരിക്കുന്ന അവരുടെ പേരിലാണ് കേസെടുക്കത്തില്ല. പിന്നെ കമ്മിറ്റി നിയമിക്കുന്നത് എപ്പോഴും അധികാരത്തിലിരിക്കുന്ന സർക്കാർ തന്നെ ആയിരിക്കും. സർക്കാർ എന്ന് പറഞ്ഞാൽ ശരിക്കും വേലി തന്നെ വിളവ് തിന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഇതിപ്പോൾ അവിടുത്തെ മാത്രം ഒരു വിഷയമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ പഴയ കാലങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അധികാരി വർഗം എപ്പോഴും എല്ലാ കാലത്തും പിന്നെ ഈ എന്താ പറയുക മോഷണം എന്നുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾ പോലെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കപ്പെട്ടതല്ല. അതിൻ്റെ മുമ്പേ ഒരുപാട് കാലം അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തികൾ, പ്രക്ഷോഭങ്ങൾ അതും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളിലൊക്കെ ഭാഗവാക്കായ ആൾക്കാർ നല്ല ആൾക്കാരാവും എന്നുള്ള ധാരണയിലായിരിക്കാം സർക്കാർ. നമുക്ക് മനുഷ്യനല്ലേ, ഇഴ കീറി പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടുത്തെ നമ്മൾ അറിയാതെ എത്ര നടക്കുന്നുണ്ട്. പിന്നെ ഹിന്ദു സ്ഥാപനങ്ങളിൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ എന്നില്ല, എല്ലാ സ്ഥാപനങ്ങളും നടക്കണം. മനുഷ്യൻ നിയന്ത്രിക്കണ എല്ലാ സ്ഥാപനത്തിലും നടത്തുന്നുണ്ട്. ശരിയായ അഭിപ്രായമല്ല. അതെല്ലാം വെച്ചാൽ ജനങ്ങളെ ഒരു വഞ്ചനയല്ലേ. സർക്കാരിൻ്റെ ഒരു നോട്ടപ്പിഴവുണ്ട്. നടപടി പോലെയല്ലോ ശിക്ഷ കൊടുക്കണം. ഒന്നാമത് നിങ്ങൾ യു ഷുഡ് സ്റ്റാൻഡ് കറക്റ്റഡ്. നമ്പർ 1, ഹിന്ദു വിശ്വാസികളല്ല, ഭക്തജനങ്ങളുടെ വിശ്വാസമാണ്, ഭാരതീയ വിശ്വാസമാണ്. 1. പിന്നെ ആരോപണം മാത്രമേ വന്നിട്ടുള്ളൂ, തെളിയിക്കപ്പെട്ടിട്ടില്ല. സത്യാവസ്ഥ എന്താണെന്നറിയില്ല. കേരളത്തിലൊക്കെ നമുക്ക് അവിടെ എന്താ നടക്കുന്ന അറിയില്ല. അത് മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാൻ പറ്റൂ. UP പറഞ്ഞ സർക്കാർ കേസുകൾ അവരുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി വളരെ നീറ്റായി ചെയ്യുന്നത് യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ദം. അല്ല, ആരോപണങ്ങൾ, ഏത് ആരോപണങ്ങളും, എന്നെപ്പറ്റി ആരോപണം പറയാം, നിങ്ങളെപ്പറ്റി ആരോപണം പറയാം. ആരോപണം തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അഴിമതിയാവുള്ളൂ. കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സർക്കാരുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. നാളെ കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസ് പറയും. അതിലൊന്നും തെറ്റില്ല. ആരോപണം കഴമ്പില്ല. ആരോപണം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് എന്താണ് നടന്നത് അറിയില്ല. വെള്ളക്കെട്ടി പോയി എന്ന് പറഞ്ഞു. അതൊക്കെ എന്താണ്, ഏതാണ് സംഭവം വിശദമായി വന്നാൽ മാത്രമേ അതിനെപ്പറ്റി അഭിപ്രായം. ഇത് രാഷ്ട്രീയ മുതലെടുക്കാണ്, മനസ്സിലായില്ലേ? ഹിന്ദുക്കൾ അമ്പലങ്ങൾ കൊള്ള നടക്കുന്നു, ഹിന്ദുക്കൾ ഒന്നിനും കൊള്ളരുതായ്മയാണ്, ഹിന്ദുക്കൾ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ നശിപ്പിച്ച് കാണിക്കാനുള്ള ഒരു പ്രവണതയാണ്. അതിലൊന്നും ഇനിയുള്ള ഹിന്ദുക്കൾ വിടില്ല. മനസ്സിലാക്കണം. കാലം മാറി, കോലം മാറി, അങ്ങനെ വിടില്ല. കണ്ടുപിടിക്കണം, ശിക്ഷ ചെയ്യപ്പെടണം, ശിക്ഷിക്കപ്പെടണം. അപ്പോൾ സത്യം വരും. അയോധ്യയിൽ പൈസ കെട്ടിട്ടുണ്ടെങ്കിൽ അത് വരും. പക്ഷെ അതുകൊണ്ട് വിശ്വാസികളെ ഗുണപ്പെടുത്താൻ പറ്റില്ല. കാരണം വിശ്വാസികളുടെ വിശ്വാസം അതിൻ്റെ മുകളിലാണ്, അവർ കമ്മിറ്റിനോടല്ല. ആ വിഗ്രഹത്തിനോടും സ്വന്തത്തിനോടാണ് ജനങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് ഇതൊക്കെ ഒരു വൺ ഓഫ് ദ ഗെയിം. അത് രാഷ്ട്രീയക്കാരെ മുതലെടുക്കും. ഇല്ലാതെ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ മുതൽ തീവ്രവാദികൾ മുതലെടുക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ജിഹാദികൾ പറയുന്നവർക്ക് വലിയ പ്രൊപ്പഗൻഡ അടിച്ച് ഹിന്ദുക്കൾ നശിക്കണമെങ്കിൽ എന്ത് യോഗ്യതയുള്ളത് പറയുന്നതൊക്കെ ചോദിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ഭാരതനാടാണ്, സംസ്കാര നാടാണ്. അത് നിലനിൽക്കും, യാതൊരു സംശയമില്ല. അതിൽ പൂർണ്ണ വിശ്വാസം വേണം ജനങ്ങൾക്ക്. ആ വിശ്വാസം ജനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തനിയെ ഇതൊക്കെ ഒരു പ്രശ്നമേ അല്ല.